നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. SIR പട്ടിക പുറത്തിറങ്ങി. മരിച്ചുപോയവർ, വിദേശത്ത് സ്ഥിരതാമസമാക്കിയവർ, ഇരട്ട വോട്ടുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ പട്ടികയിലില്ലെന്നാണ് പറയപ്പെടുന്നത്. പുറമെ ഈ നാട്ടിൽ ജനിച്ചു ജീവിക്കുന്നവരിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നാടോടികൾ തുടങ്ങിയവരൊക്കെ അക്കൂട്ടത്തിൽ പെടുമെന്നാണ് കരുതപ്പെടുന്നത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമായി 8 ലക്ഷത്തിന് മേലുള്ള ആളുകൾക്ക് പുതിയ പട്ടികയിൽ വോട്ടവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. BJPയും അവരുടെ ഘടകകക്ഷികളും ഒഴിച്ച് സംസ്ഥാനത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും SIRനെതിരായിരുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജികൾ നൽകിയിരുന്നു. എന്തിന്? പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി കേസ് വാദിക്കുക വരെ ചെയ്തു. എന്നിട്ടും SIRനെതിരായ ഹർജികളെല്ലാം തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. കേരളത്തിലും വിവിധ രാഷ്ട്രീയ കക്ഷികൾ SIRനെതിരെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയെങ്കിലും അവയൊന്നും ഫലിച്ചില്ല. പൗരത്വാവകാശം തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷൻ പട്ടിക പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. SIRന് ബദലായി നേറ്റിവിറ്റി കാർഡുകൾ നൽകാൻ സംസ്ഥാന മന്ത്രിസഭയും തീരുമാനിച്ചിട്ടുണ്ട്. പൗരത്വാവകാശം നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്രത്തിനായിരിക്കെ ഇത് വെറും കോമാളിക്കളിയായി മാറുമെന്നേ നിയമജ്ഞർ കരുതുന്നുള്ളൂ. എന്താണെങ്കിലും പട്ടിക പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ വലിയ ഒച്ചപ്പാടുകളൊന്നും ഉണ്ടാക്കുന്നതായി കാണുന്നില്ല. പൊതുവെ എല്ലാവർക്കും തൃപ്തികരമാണെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്താകെ 8 ലക്ഷത്തിന് വേണ്ടി വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലാണ് വോട്ടുകൾ ഏറെ കുറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ നിലവാരം ഇതിൽ നിന്ന് ഏറെക്കുറെ ഊഹിക്കാം. സംസ്ഥാനത്ത് നടന്ന വിവിധ സാമൂഹ്യ പഠനങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതേസമയം ഇടുക്കി, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ വോട്ടുകൾ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. BJP എന്ന ഫാസിസ്റ്റ് വർഗീയ തീവ്രവാദി പാർട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ പൗരത്വം നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ SIR നടപ്പാക്കുന്നതെന്നായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിരുന്നത്. എന്നാൽ ഇത് കേരളത്തിലില്ലെങ്കിലും തെറ്റാണെന്ന് പുതിയ SIR പട്ടികയിൽ നിന്ന് വ്യക്തമാക്കുന്നു. മുസ്ലിങ്ങൾ ഏറെയുള്ള ജില്ലകളിലാണ് പുതിയ SIR വോട്ടുകൾ കൂടിയിട്ടുള്ളത്. എന്തിന്? മലപ്പുറം ജില്ലയിൽ മാത്രം 2 ലക്ഷത്തിലേറെ വോട്ടുകൾ കൂടിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് BJP ഭീതി പരത്തിവിടുന്ന ഒരു കുപ്രചരണം മാത്രമായിരുന്നു ഇതെന്ന് മുൻ പറഞ്ഞ ജില്ലകളിലെ വോട്ട് വർധനകളിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഈ വോട്ട് വർധന വ്യക്തമായിരിക്കെ മുനയൊടിഞ്ഞ വാദമുഖങ്ങളുമായി എത്തേണ്ട എന്ന നിലപാടായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മൗനത്തിന് കാരണമാകുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. സംസ്ഥാനമാകെ കുറഞ്ഞിട്ടുള്ള വോട്ടുകളിൽ 1/3 അടുത്തുണ്ട്. 8 ലക്ഷം വോട്ട് കുറഞ്ഞതിൽ 2 ലക്ഷത്തിന് മേൽ വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമാണ്. ഇതിൽ തന്നെ ഏറ്റവുമേറെ വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളത് BJPക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളിലാണ്. കൂടുതൽ വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ്. 42,000 മേൽ വോട്ടുകൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ 37,000 മേലും, നേമത്ത് 32,000 മേലും, കഴക്കൂട്ടത്ത് 28,000 മേലും വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് BJPയുടെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി BJP ചേർത്ത ഇരട്ട വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളതെന്നാണ് എതിരാളികൾ ആരോപിക്കുന്നത്. BJP അക്കൗണ്ട് തുറക്കാതിരിക്കുന്നതിനായി CPMഉം കോൺഗ്രസും സൃഷ്ടിച്ച കള്ള വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളതെന്നാണ് BJP വിശദീകരിക്കുന്നത്. എന്താണെങ്കിലും ഈ അവസ്ഥ എല്ലാ പാർട്ടികളുടെയും നെഞ്ചിടിപ്പേറ്റിയിട്ടുണ്ട്. SIR BJPക്കാണോ മറ്റു പാർട്ടിക്കാണോ വിനയായതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലേ വ്യക്തമായി നിർവചിക്കാനാവൂ എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.